ആ കുറച്ച് തടിച്ചത് തന്നെയാണ്, കുറച്ച് ഉയരം കുറച്ച് തടിച്ചത്. അതിൽ ഒറ്റ കോല് മാത്രം അതിൽ പിടിക്കുന്നതായ ഒരു താളമുണ്ട്. അതാണ് ഇതിന്റെ അടിസ്ഥാനം, അതിന്റെ കാതലായിട്ട്. ആ ഉരുട്ടി കണ്ട അതിൽ ശബ്ദം ഉണ്ടാക്കുന്നത് കൂടുതൽ നാദം ഉണ്ടാകുന്നത് ഉരുട്ടി കണ്ടല്ല. അത് ഈ താളം, ഒരു താളം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വന്ന് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 4 താളം എന്ന് ഞാൻ പറഞ്ഞില്ലേ, 4 താളം സകലടി, അടമ്പ, ചെമ്പട, പഞ്ചാരി, ഇങ്ങനെ 4 താളം. ഒരു താളം ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ താളം വരെയുള്ളതായ അതിൻ്റെ ഇടയുണ്ടാവും. ഒരു താളം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത്ര അതിൻ്റെ ഇടയിലുള്ള സമയം ഈ ഉരുട്ടിയുടെ ഇതിലുള്ളത് അത് കൊത്തി അത് ഫില്ലപ്പിക്കുന്നത് നടക്കുന്നത്. അപ്പൊ ഈ നമുക്ക് ഇതാണ് പഠിപ്പിക്കില്ല ആദ്യം, ഈ മറ്റേ അതുകൊണ്ടാണ് പഠിപ്പിക്കില്ല. ഈ ചെണ്ടല്ല, ഈ വലന്തല, താളച്ചണ്ട, ഈ പുളിമുട്ടി കൊണ്ട് ഈ പലകയിൽ കൊട്ടി പഠിപ്പിക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് കൈകാട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. താളം കുറച്ച് ദീർഘമുണ്ട്. ഈ തകിലടിയുടെ താളം ഇപ്പോ ഈ അപ്പൊ ഒരു പരിപാടി. അപ്പൊ ഇത് ഇത്ര കഴിഞ്ഞാൽ ഒരു ഇതായി. അത് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഞാനിപ്പോ ഒന്നാം കാലം ഇതൊന്നാം ഇതാണ് മൂന്നാം കാലത്തിൽ നമ്മൾ അങ്ങനെ വരും. നാലാം കാലത്തിൽ കുറെ കൂടെ സ്പീഡിലായി. പിന്നെ അത് കാട് അതുപോലെ സ്പീഡിൽ എല്ലാം ചലിപ്പിച്ചുകൊണ്ടാണ് നാലാം കാലത്തിലെ ദ്രുതഗതിയിൽ. നാലാം കാലത്തിൽ ഈ കഴിഞ്ഞാൽ പ്രദർശനം, അമ്പലത്തിൻ്റെ ഒരു പ്രദർശനം ചുറ്റും ഒന്ന് പ്രദർശനം കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ദേവനെ സദാനന്ദ ആദിക്കലെന്ന് ഞാൻ പറയുന്നത് കൊത്തി ഉറയ്ക്കുന്നുണ്ട്. ഇത് പ്രത്യേക വാദ്യത്തോട് കൂടിയിട്ട് പ്രത്യേക ശൈലിയിൽ കൊത്തി ഉറയ്ക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് വെച്ചിട്ട് കലാശം, തകിലടി എന്നുള്ളതായ താളത്തിന് 2 അടിയാണ്, കലാശം 2ആണ്. ഈ 5 അടി, 2 അടി, 3 അടി, 2 അടി, 2 അടി, ഇങ്ങനെ അവസാനം 5, ഇങ്ങനെ 2 തവണയാണത്. അത് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്കത് വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അവർ ഇന്നതാണ് പിന്നെ വാദ്യക്കാർ കൊട്ടുന്നതാണെന്ന് നമുക്ക് നന്നായി അറിയുന്നതുകൊണ്ട് നമ്മൾ അതുപ്രകാരം താളത്തിന് കറക്റ്റാക്കിയിട്ട് ഇത് മുഴുവൻ അധ്വാനായതുകൊണ്ട് ഈ തുള്ളലാണ് ഇതിന്റെ പ്രധാനപ്പെട്ടത്. ഈ വാദ്യം വായിക്കുന്ന ആളും നൃത്തം കളിക്കുന്ന ആളും നമ്മൾ നല്ലൊരു കോർഡിനേഷൻ, ഒരു ഐക്യം സിദ്ധിക്കേണ്ടതില്ലേ? അതെല്ലായ്പ്പോഴും അങ്ങനെ സാധിക്കാറുണ്ടോ? നല്ല ഐക്യമാണ്. അവർ പരസ്പരം നമ്മൾ പിന്നെ അത് വാദ്യക്കാരും നൃത്തക്കാരും പരസ്പരം നല്ല ഐക്യത്തിലുണ്ടെങ്കിലേ ഈ കല മുന്നോട്ട് പോകുള്ളൂ. അതിപ്പോ ഒരു ഗാനമേളയായാലും ശരി, അവര് പിന്നെ ബാക്കിയിലായ ഓർക്കസ്ട്രലായ വാദ്യം ശരിക്കും വേണ്ട പോലെ പ്രയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വാദ്യം ഈ പാട്ടുകാരൻ്റെ പാട്ടുകളിയും പിന്നെ ഒരു അംഗീകരിപ്പെടാൻ പോകുമല്ലോ. അതുപോലെ ഈ തന്മർദ്ദം ചെയ്യുന്ന ആൾ വാദ്യത്തിൻ്റെതായ പരിപൂർണമായിട്ട് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതെവിടെ നമ്മൾ വിചാരിച്ചാൽ അവരുടെ കയ്യിലാണല്ലോ താളമുള്ളത്. അവരാണ് ഈ വാദ്യത്തിൻ്റെതായ അധികാരികൾ, പിന്നെ താളം പിടിക്കുന്നവരാണ്. അവർ താളം വേണ്ട പോലെ കറക്റ്റായി പിടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാം കാലത്തിൽ നമുക്ക് കുറച്ച് ഇതാകുന്നത് പെട്ടെന്ന് അവരുടെ താളം അടിച്ച് കയറ്റി 2ാം കാലമോ 4ാം കാലമൊക്കെ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ദീർഘിപ്പിക്കും അങ്ങനെ അത് 2-2.5 മണിക്കൂർ വരെ ആവും ചെയ്യാം. അപ്പൊ അവര് അതിന് നല്ലൊരു ഐക്യം വേണം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില അലങ്കാരങ്ങൾ ഇപ്പോൾ ഈ 2ാം കാലത്തിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്